ഭർത്താവിനെ കൊന്ന് അഴുകിയ ശരീരത്തിൻ്റെ കൂടെ ജീവിച്ച അഫ്രീൻ എന്ന യുവതിയുടെ കഥയാണ് നമ്മളിന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കും ബഹളങ്ങൾക്കും നടുവിൽ ദഹിസർ എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശത്തെ ഒരു ചെറിയ വാടക വീട്. ഇത് ഒരു കുടുംബത്തിൻ്റെ സ്നേഹകഥയല്ല, പകരം നടുക്കുന്ന കുറ്റകൃത്യത്തിൻ്റെ ഭീകരമായൊരു കഥയാണ്. ഈ സംഭവം ഒരു സാധാരണ കൊലപാതകത്തെക്കാൾ വളരെ അപ്പുറത്താണ്. കാരണം കൊലപാതകത്തിന് ശേഷം പ്രതി കാണിച്ച മനുഷ്യ മനസ്സിനെ പോലും വിറപ്പിക്കുന്ന പൈശാചികമായ മനോനിലയാണ്. ഒരു ചെറിയ ഗാർമെന്റ് ഫാക്ടറിയിലെ ഒരു സാധാരണ തൊഴിലാളിയാണ് നദീം എന്ന സഹോദരൻ. വീട്ടുകാരുടെ ശക്തമായ എതിർപ്പുകളെല്ലാം അവഗണിച്ച് ജീവന് തുല്യം സ്നേഹിച്ച അഫ്രീൻ എന്ന് പറയുന്ന 22-കാരിയെ അയാളെ വിവാഹം കഴിച്ചു. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളൊക്കെ നല്ല സന്തോഷമായിരുന്നു, നല്ല സ്നേഹമായിരുന്നു. എന്നാൽ ആ സന്തോഷം ദീർഘകാലം നിലനിന്നില്ല. സ്മാർട്ട് ഫോണിൻ്റെ മാസ്മരിക ലോകത്തേക്ക് അഫ്രീൻ പതുക്കെ വഴുതി വീണു. ഫേസ്ബുക്കും വാട്സപ്പും വഴിയായി അവൾ മറ്റൊരു യുവാവുമായി രഹസ്യബന്ധത്തിലേക്ക് കടക്കുകയായിരുന്നു. ദിവസം മുഴുവനും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിലെത്തുന്ന നദീം അവൾക്കിപ്പോൾ ഒരു സ്നേഹിതനെയല്ല, ഒരു ബാധ്യതയായി മാറി. ഫോണിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ അവൻ പലപ്പോഴായി ചോദ്യം ചെയ്യുമ്പോഴൊക്കെ അത് കലഹങ്ങളിലേക്കാണ് വഴി തെളിയിച്ചത്. ഒടുവിൽ തൻ്റെ പുതിയ കാമുകനൊപ്പമുള്ള സ്വൈര ജീവിതത്തിന് നദീം ഒരു തടസ്സമാണെന്ന് അഫ്രീൻ തീരുമാനിക്കുകയാണ്. അവളൊരു ഭീകരമായ തീരുമാനമെടുത്തു. ഒരു രാത്രി പതിവ് പോലെ നടന്ന വഴക്കിനു ശേഷം വല്ലാണ്ട് ക്ഷീണിച്ചുറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭർത്താവിനെ ഏകദേശം പുലർച്ചെ സമയമായപ്പോൾ ഒരു ചെറിയ നൈലോൺ കയറ് കഴുത്തിൽ മുറുക്കി അവൻ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി. സ്വന്തം ഭാര്യയാണ് തൻ്റെ ജീവനെടുക്കുന്നതെന്ന് പോലും തിരിച്ചറിയാനാവാതെ നദീം ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ യഥാർത്ഥ ഭീകരത അവിടെ തുടങ്ങുകയായിരുന്നു. സാധാരണ കുറ്റവാളികൾ ചെയ്യുന്നത് പോലെ മൃതദേഹം ഉപേക്ഷിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ അവൾ ശ്രമിച്ചില്ല എന്നതാണ് വിചിത്രം. പകരം ബെഡ്റൂമിലെ കട്ടിലിന് കീഴിലുള്ള വലിയൊരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടായിരുന്നു. അതിനുള്ളിലെ സാധനങ്ങളൊക്കെ വലിച്ചു മാറ്റി സ്വന്തം ഭർത്താവിൻ്റെ മൃതദേഹം അതിനുള്ളിൽ മടക്കി കയറ്റി വച്ചു അഫ്രീൻ. ബോക്സ് അടച്ച് മുകളിൽ വീണ്ടും ഭംഗിയായിട്ട് കിടക്ക വിരിച്ചു. അതിൻ്റെ താഴെ ഒരു മൃതദേഹം കിടക്കുന്നു എന്ന യാതൊരു ഭാവഭേദവുമില്ലാതെ അഫ്രീൻ അടുത്ത 48 മണിക്കൂർ ആ വീട്ടിൽ സാധാരണ പോലെ അവൾ ജീവിക്കുകയാണ്. അതേ കട്ടിലിരുന്ന് കാമുകനുമായി മണിക്കൂറുകളോളം ചാറ്റ് ചെയ്യുന്നുണ്ട്, TV കാണുന്നുണ്ട്, ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഏറ്റവും ഭയാനകരമായത് രാത്രിയായപ്പോൾ ഒരു ശവപ്പെട്ടിയായി മാറി അതേ കട്ടിലിന് മുകളിൽ അവൾ സുഖമായി കിടന്നുറങ്ങി എന്നതാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രകൃതിയുടെ നിയമം പ്രവർത്തിച്ചു തുടങ്ങി. മൃതദേഹം അഴുകിത്തുടങ്ങി. മുറിക്കുള്ളിൽ സഹിക്കാനാവാത്ത ദുർഗന്ധം പരന്നു. ഭയപ്പെട്ട അഫ്രീൻ റൂം സ്പ്രേകളും അതുപോലെ തന്നെ ചന്ദനത്തിരികളും പുകച്ചു. സത്യത്തെ മറക്കാനുള്ള ശ്രമങ്ങൾ പലതും നടത്തി. അതിനിടയിൽ നദീമിനെ അന്വേഷിച്ച് പല ആളുകളും അവൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അവളുടെ വീട്ടിലേക്ക് കയറി വന്നു. നാട്ടിലേക്ക് പോയി ഫോണ് കേടായി എന്നൊക്കെ പറഞ്ഞ് അവൾ അവരെ തിരിച്ചയച്ചു. ഒടുവിൽ അഫ്രീൻ്റെ പെരുമാറ്റത്തിൽ എന്തോ അസ്വാഭാവികത തോന്നിയ നദീമിൻ്റെ സഹോദരൻ പോലീസിൽ പരാതി നൽകി. പോലീസ് വന്ന് വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ ചന്ദനത്തിരിയുടെ സുഗന്ധത്തെ ഭേദിച്ചുകൊണ്ട് അഴുകിയ മാംസത്തിൻ്റെ രൂക്ഷഗന്ധം അവരുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. എലിചത്ത നാറ്റമാണ് എന്നാണ് അഫ്രീൻ അവരോട് കള്ളം പറഞ്ഞത്. പോലീസിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. വീട് മുഴുവൻ പരിശോധിച്ച ശേഷം പോലീസ് കട്ടിലിൻ്റെ അറ തുറക്കാൻ അവളോട് ആവശ്യപ്പെട്ടു. വിറച്ചുപോയ അഫ്രീൻ തടയാൻ ശ്രമിച്ചെങ്കിലും ബലമായി തുറന്ന സമയത്ത് കണ്ട കാഴ്ച പോലീസിനെ പോലും സ്തബ്ധരാക്കി മാറ്റി. അഴുമായ നിലയിൽ നദീമിൻ്റെ മൃതദേഹം അതിനുള്ളിലുണ്ട്. ചോദ്യം ചെയ്യലിൽ കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി ഭർത്താവിനെ കൊന്നുവെന്നും ശവം എന്തു ചെയ്യുമെന്നറിയാതെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചുവെന്നും അഫ്രീൻ കുറ്റസമ്മതം നടത്തി. പ്രണയം എന്ന വാക്ക് പവിത്രമായ ഒന്നാണ്. ഭർത്താവിൻ്റെ ശവത്തിനു മുകളിൽ 2 ദിവസം അന്തിയുറങ്ങിയ ഈ ക്രൂരത മനുഷ്യ മനസ്സിൻ്റെ പൈശാചികമായ മറ്റൊരു മുഖം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. ഈ ഭീകരമായ സംഭവം നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട വലിയൊരു പാഠമാണ്. സ്മാർട്ട് ഫോണിലെ കൃത്രിമമായ ലോകവും അപരിചിതരുടെ വാക്കുകളും സ്വന്തം ജീവിത പങ്കാളിയുടെ സ്നേഹത്തെക്കാൾ വലുതാണെന്ന് തോന്നുന്നത് ഒരു വലിയ ചതിക്കുഴി.
ഒരു നിമിഷത്തെ വിവേകശൂന്യമായ തീരുമാനവും വഴിവിട്ട ബന്ധങ്ങളും തകർക്കുന്നത് വിലപ്പെട്ട 2 ജീവിതങ്ങളാണ്. ചതിയുടെയും വഞ്ചനയുടെയും മുകളിൽ പടുത്തുയർത്തുന്ന സന്തോഷം ഒരിക്കലും നിലനിൽക്കില്ലെന്നും സത്യം ഒരു നാൾ പുറത്തു വരുമെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹബന്ധങ്ങളിൽ സത്യസന്ധത പുലർത്തുക, കാരണം പശ്ചാത്താപം കൊണ്ട് മാത്രം തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒന്നാണ് മനുഷ്യജീവൻ.